നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. പെസഹ അപ്പം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 26-ഉം 27-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഞാൻ അപ്പക്കണ്ണം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. കണ്ണം മുക്കി ശിമോൻ ഇസ്കര്യോത്താവിന്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു. കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. പ്രിയപ്പെട്ടവരെ, യേശു എന്തുകൊണ്ടാണ് പെസഹ കഴിക്കാൻ തയ്യാറായത്? എന്താണ് പെസഹ? പെസഹ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനം പണ്ട് 400 വർഷം ഈജിപ്തിൽ അടിമകളായിരുന്നു. ദൈവം അവരെ അവിടുന്ന് വിടുവിച്ചത് പെസഹ കുഞ്ഞാടിന്റെ മരണത്താലാണ്. പെസഹ കുഞ്ഞാട് മരിച്ചാൽ എങ്ങനെ ഒരു ജനത്തിന് വിടുതലുണ്ടാകും? പ്രിയപ്പെട്ടവരെ, ദൈവം ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങൾ പാർക്കുന്ന വീടിന്റെ, അടച്ചിട്ടിരിക്കുന്ന വീടിന്റെ കട്ടളക്കാലിലും കുറുമ്പടിയിലും ഒരാടിനെ കൊന്നതിന്റെ ചോര പുരട്ടണം. സംഹാരദൂതൻ, നമുക്കറിയാം കൊറോണ ലോകം മുഴുവൻ വ്യാപിച്ചതുപോലെ സംഹാരദൂതൻ കടന്നുവരും. ഈ രക്തം അടയാളമായിട്ടില്ലാത്ത എല്ലാ വീട്ടിലെയും ആദ്യജാതന്മാരെ കൊല്ലും, യഹൂദനായാലും മിസ്രയീമിനായാലും. എന്താണ് ഈ രക്തം കാണിക്കുന്നത്? അതായത് ന്യായവിധി നടന്നു, ഒരു മരണം സംഭവിച്ചു. അതാണ് ഇതിൻ്റെ അർത്ഥം. ഏദൻ തോട്ടത്തിൽ ദൈവം ആദാമിന് ഹവ്വയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി ഉടുപ്പിച്ചു എന്ന് വായിക്കുന്നു. അതായത് അവർ ദൈവ തേജസ്സിനാൽ പൊതിയപ്പെട്ടവരായിരുന്നു. അവർ പാമ്പിൻ്റെ വാക്ക് കേട്ട് പഴം പറിച്ച് തിന്നതിനാൽ, ദൈവകൽപ്പനയെ ലംഘിച്ചതിനാൽ അവർ നഗ്നരായി. അപ്പോൾ അവർ അത്തിയില കൂട്ടി തുന്നി അരയാട ഉണ്ടാക്കിയെങ്കിലും നഗ്നത മറഞ്ഞില്ല. ദൈവം വന്നപ്പോൾ അവർ ഓടി ഒളിച്ചു. ദൈവം ഒരാടിൻ്റെ തോല് കൊണ്ടാണ് അവരെ ഉടുപ്പിച്ചത്. ആടിൻ്റെ ചോര പുരണ്ട ആ തോല് കൊണ്ടാണ് അവരെ ഉടുപ്പിച്ചത്. അവരെന്തുകൊണ്ട് മരിച്ചില്ല? ഈ പഴം തിന്നുന്ന ആളിൽ മരിക്കുമെന്നാണ് പറഞ്ഞത്. മരിച്ചില്ല. 930 വർഷം ആദാം ജീവിച്ചിരുന്നു. അന്ന് മറ്റൊരു മരണം നടന്നതുകൊണ്ടാണ് ആദാം മരിക്കാതിരുന്നത്, ആദാം ഹവ്വ മരിക്കാതിരുന്നത്. അവർക്ക് തോലുടുപ്പ് നൽകാൻ ഒരു ആട് കൊല്ലപ്പെട്ടു. അത് യേശുവിനെയാണ് കാണിക്കുന്ന. ഈ ആട് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് വെളിപ്പാട് 13:8 അതുപോലെ മിസ്രയീമിൽ അവിടുത്തെ ഇസ്രായേല്യർക്ക് പകരം ആട് കൊല്ലപ്പെട്ടു. പക്ഷേ ഫറവോന്റെ വീട്ടിലും മിസ്രയീമരുടെ വീട്ടിലും ഒരാടിനെ കൊന്നിട്ടില്ല. കട്ടളക്കാലിലും കുറുമ്പടിയിലും രക്തം പുരട്ടിയിട്ടുമില്ല. അതുകൊണ്ട് സംഭവിച്ചത് ഫറവോന്റെ ആദ്യജാതം മരിച്ചു. ഇതിനു മുമ്പ് 9 ബാധകൾ അയാൾ കണ്ടതാണ്. പക്ഷെ 10ാമത്തെ ബാധ ഇനി ഉണ്ടാകേണ്ട രാജാവ് കൊല്ലപ്പെടുകയാണ്, ആദ്യജാതൻ. അപ്പോൾ അദ്ദേഹം മനസ്സിലായത് ദൈവത്തിന്റെ കൈയാണ്. അദ്ദേഹം ആളുകളെ വിളിച്ചു പറഞ്ഞു, സകല സ്ഥലത്തും വിളംബരം ചെയ്യുക, ഈ രാത്രി തന്നെ അവർ പുറപ്പെടാൻ പറയുക, അവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ പെസഹ കുഞ്ഞാടിന്റെ ചോരയാൽ, അല്ലെങ്കിൽ പെസഹ കുഞ്ഞാടിന്റെ മരണത്താലാണ്, യാഗത്താലാണ് ഇസ്രായേലിന് വിടുതലുണ്ടായത്. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നിങ്ങൾ കനാൻ നാട്ടിൽ, ഇസ്രായേൽ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ വർഷത്തിലൊരിക്കൽ അബീബ് മാസം 14-ാം തീയതി പെസഹ ആചരിക്കണം. യേശു പെസഹ ആചരിച്ചത് താനും യഹൂദ പശ്ചാത്തലത്തിൽ ജനിച്ചതുകൊണ്ടാണ്. യേശു പരിച്ഛേദനയേറ്റ യഹൂദനായതുകൊണ്ടാണ്. ശബത്ത് ആചരിച്ചത്, ശനിയാഴ്ച സ്വസ്ഥമായിരുന്നത് യഹൂദൻ ആയതുകൊണ്ടാണ്. യേശു ദേവാലയ കരം കൊടുത്തത് യഹൂദനായതുകൊണ്ടാണ്. യേശു ഈ പെസഹ ആചരിച്ചത് താൻ യഹൂദനായതുകൊണ്ടാണ്. എന്നാൽ അന്ന് അതിൽ നിന്നൊരു അപ്പം എടുത്ത്, അതിൽ നിന്നൊരു പാത്രം വീഞ്ഞെടുത്താണ് തിരുവത്താഴം സ്ഥാപിച്ചത്. അത് പെസഹ പോലെയല്ല. പെസഹയ്ക്ക് ഇഷ്ടം പോലെ അപ്പം തിന്നാം, വയറ് നിറച്ച് കഴിക്കാം. എന്നാൽ തിരുവത്താഴത്തിൽ അങ്ങനെയല്ല. എല്ലാ ശിഷ്യന്മാർക്കും വേണ്ടി, അല്ലെങ്കിൽ ആരാധനയ്ക്ക് വരുന്ന എല്ലാവർക്കും വേണ്ടി ഒരപ്പം, അതിൽ നിന്ന് എല്ലാവരും ഒരു നുള്ള് കഴിക്കുക. വീഞ്ഞ്, ഒരു പാത്രം വീഞ്ഞേ ഉള്ളൂ, ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു കപ്പ്, അതിൽ നിന്ന് എല്ലാവരും കുടിക്കുക. ഇതൊരു കൂട്ടായ്മ കൂടെയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ക്രൈസ്തവ മത നേതാക്കൾക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. അവര് വാസ്തവത്തിൽ എന്താ ചെയ്യുന്നത്? അണികൾക്ക് ഈ ഒരപ്പം വീഞ്ഞിൽ മുക്കി കൊടുക്കുകയാണ്. അത് പെസഹയുടെ കാര്യമാണ്, അത് തിരുവത്താഴത്തിൻ്റെ അല്ല. പെസഹയ്ക്ക് യേശു
അപ്പമൊക്കെ യൂദയ്ക്ക് കൊടുത്തു. അതുപോലെ അത് കഴിഞ്ഞ് മറ്റ് ശിഷ്യന്മാർക്കും കൊടുത്തു കാണും. പക്ഷേ അത് അല്ല ക്രിസ്ത്യാനികളുടെ തിരുവത്താഴം. അവർ കൂടി വരുമ്പോൾ ഒരപ്പം, ആ അപ്പത്തിൽ നിന്ന് എല്ലാവരും കൂടെ കഴിക്കുക. ഒരു പാത്രം വീഞ്ഞ്, അതിൽ നിന്ന് എല്ലാവരും കൂടെ കുടിക്കുക. ഇതാണ് യേശു സ്ഥാപിച്ച തിരുവത്താഴത്തിൻ്റെ മാതൃക. പ്രിയപ്പെട്ടവരെ, യേശു കൽപ്പിച്ച പല കാര്യങ്ങളും, പ്രത്യേകിച്ച് സ്നാനം, അതിനെ ആളുകൾ വികലമാക്കി. യേശുവിനെ കൈക്കൊണ്ട്, യേശുവിൻ്റെ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട്, യേശുവിനെ ദൈവവും കർത്താവും രക്ഷിതാവും ഇടയനും ഒക്കെയായി സ്വീകരിക്കുന്ന ആളുകൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ്. വെള്ളത്തിൽ ഇറങ്ങിയെന്ന് യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്നതാണ്, സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ് സ്നാനം എന്ന് പറയുന്നത്. അതാണ് 3000 ആളുകൾ പെന്തക്കോസ്ത് നാളിൽ ചെയ്തത്. അതാണ് എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രി ചെയ്തത്. അതാണ് പൗലൂസ് ചെയ്തത്. അതാണ് കാരാഗ്രഹമാണ് ചെയ്തത്. അതാണ് കൊർന്നല്യോസ് ചെയ്തത്. അതാണ് വേദോത്സവ ചരിത്രത്തിൽ ആളുകൾ ചെയ്തിട്ടുള്ളത്. വേദോത്സവ ചരിത്രത്തിൽ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ ശിശുക്കളെ തളിച്ചതോ മുക്കിയതോ ആയ യാതൊരു സംഭവം എഴുതിയിട്ടില്ല. അതൊക്കെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് സഭയിലുണ്ടായ ദുരാചാരങ്ങളാണ്. അപ്പോൾ സ്നാനത്തെ ഇങ്ങനെ വികലമാക്കിയതുപോലെ തിരുവത്താഴത്തെയും വികലമാക്കിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഏതൊരു ആത്മീയ കാര്യവും ശരിയായി ചെയ്യണം. 10 കന്യകമാർ മണവാളിനെ എതിരേക്കാൻ പുറപ്പെട്ടു. 5 പേര് ശരിയായി ചെയ്തു, എണ്ണയും കൂടെ എടുത്തു. 5 പേര് ശരിയായി ചെയ്തതിൽ അവർ ഔട്ടായി. അതുകൊണ്ട് ക്രിസ്തീയ ഉപദേശങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കി അതങ്ങനെ തന്നെ അനുസരിക്കുവാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. ദൈവം ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.